ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കാറുണ്ടാവും. പക്ഷേ ഇപ്പോൾ എത്രത്തോളം ആൾക്കാർ ഉണ്ടാക്കാറുണ്ട് എന്നറിയില്ല. എന്നാലും ഞങ്ങൾ ഇവിടെയൊക്കെ അധികം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉമ്മ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം എങ്ങനെയാണ് വീട്ടിൽ റെഡിയാക്കി എടുക്കുക എന്നുള്ള വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. അതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു കിണ്ണത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 4 കപ്പ് അളവിൽ പച്ചരിൻ്റെ പൊടി ആവശ്യമുണ്ടാവും. അതെന്ന് പറഞ്ഞാൽ പച്ചരി കുറച്ച് അത്യാവശ്യം നല്ലപോലെ കുതിർത്തെടുത്തതിന് ശേഷം കൈക്ക് ഊറ്റിയെടുത്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ 4 കപ്പ് പൊടിക്ക് ഏകദേശം ഒരു 3.5 കപ്പ് പച്ചരി ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുക്കാം കേട്ടോ. അതിലേക്ക് നല്ല ചൂടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല മധുരത്തിന് ആവശ്യമായിട്ടുള്ള പാനി തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു കണക്കിൽ ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് കട്ടകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കട്ടകളൊന്നും ഇല്ലാതെ നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് അത്യാവശ്യം നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തേങ്ങാ കൊത്തും കൂടി ഒന്ന് അരിഞ്ഞത് വെളിച്ചെണ്ണയിലൊന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി തേങ്ങാ കൊത്ത ഇടയിലൊക്കെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ സാധാ കറിക്കടല വെള്ളത്തിൽ കുതിർത്തെടുത്തതിന് ശേഷം 1-2 വിസിലടിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആവശ്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഏകദേശം 1 കപ്പ് അളവിൽ തേങ്ങാപ്പാലും അതിൻ്റെ കുറച്ചൊരു ചണ്ടിയോട് കൂടെ തന്നെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ എടുക്കുന്ന കടിക്കാനൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചണ്ടിയോട് കൂടെയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ളത് ഏലക്കാപ്പൊടിയും ചെറിയ ജീരകവുമാണ്. അപ്പോൾ അത്യാവശ്യം ഏകദേശം ഈ ഒരു അളവിൽ കേട്ടോ, ഒരു 1/4 കപ്പ് അളവ് തന്നെ ചെറിയ ജീരകവും ഏലക്കയും കൂടി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. മിക്സിയിലിട്ട് ഓവർ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് നേർപ്പിച്ചെടുക്കണം. ഏകദേശം നല്ല ഫ്ലോയിങ് കൺസിസ്റ്റൻസി, നല്ല വെള്ളം പോലെയുള്ള ആ ഒരു രൂപത്തിലാക്കിയിട്ട് എടുക്കണം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ പിരിഞ്ഞ് പോകുന്ന ആ ഒരു രൂപത്തിലുള്ള വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇപ്പം ഇവിടെ വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മെയിനായിട്ട് ജസ്റ്റ് ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് വരകിയിട്ടെടുക്കണം. ഏകദേശം നല്ല കുറുക്ക് രൂപത്തിലാകുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഫസ്റ്റ് അതാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ കൈ എടുക്കാതെ നമ്മളൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അടിയിൽ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്ത് നല്ലൊരു കുറുക്ക് രൂപത്തിലായിട്ട് കിട്ടും. ഏകദേശം ഒരു 10-12 മിനിറ്റ് മാത്രം ഒന്ന് ഞാൻ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു രൂപത്തിൽ അടിയിലൊക്കെ കട്ട പിടിക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിച്ച് തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഈ ഒരു പരുവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഏകദേശം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രൂപത്തിലേക്കായി മാറിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതുപോലെയുള്ള കിണ്ണത്തിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിന് കിണ്ണത്തപ്പം എന്ന് പറയുന്നത്. ഇത് നല്ലപോലെ വെളിച്ചെണ്ണയൊക്കെ പരട്ടി നല്ല സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. മുകളിലൊക്കെ ഒന്ന് തവി വെച്ചിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയെടുത്താൽ മതി. ഞങ്ങളിവിടെ അടുപ്പിലാണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് അത്യാവശ്യം നല്ല സമയമെടുക്കും. അപ്പോൾ നിങ്ങൾ ഗ്യാസിലാണെങ്കിൽ അതിനനുസരിച്ച് ഒരു 2-3 മണിക്കൂറൊക്കെ എന്തായാലും വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അടുപ്പത്തൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത്രയും വലിപ്പമുള്ള അപ്പമൊക്കെ ആകുമ്പോൾ നമ്മൾ അടുപ്പിലാണ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരും ഇതുപോലെ ഒന്ന് അപ്പം റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.
നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.